അന്വേഷണത്തെക്കാൾ ഉപരി എന്താ പറയുക വീട്ടുകാരായിരിക്കും അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടൊരു മാച്ച് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കല്യാണം അത് നിങ്ങൾ എല്ലാവരും അറിയിക്കുകയും ചെയ്യും. എല്ലാ തരത്തിലുള്ള ആളുകളും സ്നേഹിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമായിട്ടൊക്കെ കരുതുന്നത്. ഒരുപാട് ഞാൻ എന്താ പറയുക പുറത്തിറങ്ങുമ്പോൾ ജനങ്ങളുടെ റെസ്പോൺസ് കാണുമ്പോൾ ശരിക്കും എക്സൈറ്റഡ് ആയിപ്പോയി. എല്ലാ തരത്തിലുള്ള ആളുകളും കുടുംബ പ്രേക്ഷകരായാലും കുട്ടികളായാലും പിന്നെ യൂത്ത് ആയാലും എല്ലാവരുടെ ഹൃദയത്തിലും ഒരു എന്താ പറയുക ഒരു മാർക്ക് ഉണ്ടാക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നതിൽ ഒരുപാട് സന്തോഷം. അത് എന്റെ മാത്രം കഴിവല്ല, ജനങ്ങൾ എന്നിൽ വിശ്വാസം അർപ്പിച്ചു എന്നുള്ളതാണ്. അവരോടുള്ള നന്ദി ഒരു കാലത്തും പറഞ്ഞ തീരാത്ത അത്ര ഒരു സ്ഥാപനമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ട് ഒരുപാട് സന്തോഷമുണ്ട്. അതായിരുന്നു ഞാൻ ഇത്രയും കാലം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മളൊരു ഇനോഗ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതൊരു സമൂഹത്തിന് എന്തെങ്കിലും ഗുണമുള്ള ഒരു കാര്യത്തിലൂടെ ചെയ്തു തുടങ്ങുന്നുണ്ടായിരുന്നു. എന്റെ ഭാഗ്യവശാൽ അതിന് സാധിച്ചു. ഒരുപാട് സന്തോഷം. ബിഗ് ബോസിൽ എല്ലാവരും കാണാറുണ്ടോ? ബിഗ് ബോസിലെ എല്ലാവരുമായിട്ട് കോൺടാക്ട് ഉണ്ട്. ഇപ്പൊ റീസെന്റ് സ്റ്റാർ സിംഗറിൽ പോയിരുന്നു. അപ്പൊ ആ സമയത്ത് കുറെ പേരെ കണ്ടു. എന്റെ കല്യാണത്തെ കുറിച്ച് പറയാനുള്ളത് തീർച്ചയായിട്ടും നല്ല ഒരാളെ തേടിക്കൊണ്ടിരിക്കുന്നു. ഒത്തുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഉടനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടൊരു മാച്ച് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാനിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു വലിയ ഡിസ്കഷനെ കുറിച്ചാണ്. അനീഷ്, അനുമോളും പിന്നെ PR, പ്രൊപ്പോസല്, അതിനുശേഷമുള്ള ജീവിതം, അങ്ങനെയെല്ലാം. ബിഗ് ബോസ് അവസാനിച്ചിട്ടും സംസാരിക്കാൻ ഒരുപാട് വിഷയം ബാക്കി തന്നെയുണ്ട്. ഒരു കൂട്ടം പ്രേക്ഷകർ പറയുന്നത് PR ബലത്തിലാണോ അനുമോൾ വിജയിച്ചത് എന്ന്. അതേസമയം മറ്റൊരു വിഭാഗം പറയുന്നത് അനീഷാണ് റിയൽ ഗെയിമർ എന്നുള്ളത്. സാധാരണക്കാരനായി എത്തിയിട്ട് വലിയ കളി കളിച്ചു. ഇതൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും വലിയ ചർച്ച നടക്കുന്നത്. ഇനി ഒരു പോസിറ്റീവ് തിങ്കിങ്ങിൽ നമ്മൾ പറയണമെങ്കിൽ ഈ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു റിയാലിറ്റി ഷോ ആയതുകൊണ്ട് തന്നെ PR ശക്തി സ്വാഭാവികമായിട്ട് തന്നെ രംഗത്ത് വരും. അനുമോൾക്കും അനീഷിനും വലിയൊരു ഫാൻ ബേസ് തന്നെ ഉണ്ടായി. ഇനി ഇതിന്റെ നെഗറ്റീവ് വശം പറയുന്ന വെച്ചാൽ ചിലർക്ക് തോന്നിയത് PR അൺഫെയർ ആണെന്നുള്ളത്. അതായത് ജനങ്ങൾ തുറന്നു പറഞ്ഞതും കണ്ടന്റ് കളി കളിക്കുന്നവർക്ക് ഇടം കുറയുന്നു എന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു PR വിഷയം വലിയ രീതിയിൽ ബിഗ് ബോസ് സീസൺ 7 ആളിക്കത്തി പടർന്ന ഒരു സംഭവമായിരുന്നു. ഇനി ബിഗ് ബോസ് അവസാനിക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ ഒരു വലിയ സംഭവങ്ങളും അരങ്ങേറിയിരുന്നു. അതൊക്കെ എല്ലാവരുടെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. അനീഷ് അനുമോളോട് പ്രപ്പോസ് ചെയ്ത ഒരു കാര്യം. ആ പ്രപ്പോസലിന് അനുമോള് നോ പറഞ്ഞത് വലിയൊരു ന്യൂസ് ടേൺ തന്നെയായിരുന്നു. അവർ പറഞ്ഞ കാര്യം വളരെ സിമ്പിൾ ആയിരുന്നു. അനീഷ് എന്റെ സഹോദരനെ പോലെയാണെന്നും ഫാമിലി അലയൻസ് വന്നാലും ഞാൻ നിരസിക്കും എന്നായിരുന്നു അനുമോള് പറഞ്ഞത്. അതേസമയം അനീഷ് പറഞ്ഞതോ എന്റെ പ്രണയം ഗെയിം സ്ട്രാറ്റജി ഒന്നുമല്ല. അദ്ദേഹം ഇത് പറഞ്ഞത് ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷമാണ്. എന്തായാലും ഈ ഒരു ബിഗ് ബോസ് കഴിഞ്ഞു, അനീഷിന്റെ ജീവിതവും മാറി. ബിഗ് ബോസ് കഴിഞ്ഞിട്ടും അനീഷിന് വലിയ പ്രേക്ഷക പിന്തുണ തന്നെ ലഭിച്ചു. കോൺഫിഡൻസ് ഗ്രൂപ്പ് 10 ലക്ഷം രൂപ സമ്മാനവും നൽകി. അതിനു പുറമെ ഒരുപാട് ഓപ്പണിംഗ്സും ഇവന്റുകളും റെക്കഗ്നേഷനും, അങ്ങനെ അനീഷിന് ഒരുപാട് ഓഫറുകൾ തേടിയെത്തി. ഒടുവിൽ ഇതാ ഇപ്പോൾ അനീഷിന് വിവാഹവുമായി ബന്ധപ്പെട്ട വാർത്തയും പുറത്തു വന്നു. അന്വേഷണത്തെക്കാൾ ഉപരി എന്താ പറയുക വീട്ടുകാരായിരിക്കും അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടൊരു മാച്ച് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും കല്യാണം അത് നിങ്ങൾ എല്ലാവരും അറിയിക്കുകയും ചെയ്യും. എല്ലാ തരത്തിലുള്ള ആളുകളും സ്നേഹിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമായിട്ടൊക്കെ കണ്ടു. എന്റെ കല്യാണത്തെ കുറിച്ച് പറയാനുള്ളത് തീർച്ചയായിട്ടും നല്ല ഒരാളെ തേടിക്കൊണ്ടിരിക്കുന്നു. ഒത്തുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഉടനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടൊരു മാച്ച് കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. വിവാഹത്തിനായിട്ട് ഞാൻ ഒരാളെ തിരയുകയാണെന്നും നല്ലൊരാൾ ഒത്തു വന്നാൽ ഉടനെ വിവാഹം കഴിക്കുമെന്നാണ് പുള്ളി മീഡിയാസിന് മുന്നിൽ പറഞ്ഞത്. എന്തായാലും അനീഷിന്റെ ഈ ഒരു പ്രതികരണം ഇപ്പോൾ വൈറലാവുകയാണ്. എന്തായാലും അനീഷ് ഉടനെ വിവാഹം കഴിക്കുമെന്ന് തന്നെയാണ് പ്രേക്ഷകരും അഭിപ്രായപ്പെട്ടത്. അത് മാത്രമല്ല അനീഷ് അനുമോൾ കോംബോയെ ഒരുപാട് പേര് ആദ്യം ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഇപ്പോൾ അനുമോൾ വേണ്ട, നല്ലൊരു ജീവിത പങ്കാളി തന്നെ കിട്ടട്ടെ എന്നുള്ള അഭിപ്രായമാണ് BB പ്രേക്ഷകർക്കും ഉള്ളത്. അനുമോളിനെ കണ്ടിരുന്നോ, അല്ലെങ്കിൽ അനുമോളുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചും ഈ ഒരു വേദിയിൽ വെച്ച് തന്നെ മീഡിയാസ് അനീഷിനോട് ചോദിക്കേണ്ടായി. അനുമോളെ ബിഗ് ബോസിന് മുൻപേ സ്റ്റാർ സിംഗർ വേദി കണ്ടിട്ടുണ്ട് എന്നായിരുന്നു അനീഷ് പറഞ്ഞത്. ഹൗസിനുള്ളിലും ഹൗസിന് പുറത്തും എല്ലാവരുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്. മഴക്കൊന്നുമില്ല. രേണുസുതി പോലും ഇപ്പോഴും വിളിച്ച് പഴയ കാര്യങ്ങൾ പറഞ്ഞ് സംസാരിക്കുന്നുണ്ടെന്ന് അനീഷ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു. ഇവിടെ അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രസൻസ് എന്ന് പറയുന്നത് നെഗറ്റീവ് വൈബ് ഇല്ലാത്ത ഒരാളാണെന്ന് നമുക്കറിയാലേ. അതായത് എല്ലാവരോടും ഫ്രണ്ട്ലി ആണ് അദ്ദേഹം. ഇതിനിടയ്ക്ക് തന്നെ അദ്ദേഹം ഫീൽഡ് ഔട്ട് ആയി എന്നുള്ള ഒരു അഭിപ്രായം കൂടി പ്രേക്ഷകർക്കിടയിൽ വന്നത്. അതായത് വിമർശകരാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണങ്ങൾ അറിയിച്ചത്. അതിനും അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ്. ചിലർ പറഞ്ഞിരുന്നു ഓപ്പണിങ്ങുകളിൽ കാണാനില്ല, ഫീൽഡ് ഔട്ട് ആയി എന്നുള്ളതൊക്കെ.
എന്തായാലും അനീഷിന്റെ മറുപടി പറഞ്ഞത് നല്ലൊരു കാരണത്തിന് വേണ്ടി കാത്തിയത്, നല്ലൊരു എസ്റ്റാബ്ലിഷ്മെന്റ് ആയിരിക്കണം എന്റെ ആദ്യത്തെ ഓപ്പണിംഗ് എന്ന് അദ്ദേഹം അങ്ങനെയാണ് ആഗ്രഹിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ഉദ്ഘാടനത്തിൽ വൈകിയത് എന്നാണ് അദ്ദേഹം പറഞ്ഞ മറുപടി. ഇവിടെ അനീഷും അനുമോളും രണ്ടുപേരും അവരുടെ രീതിയിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട്. വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളെ ബഹുമാനിച്ചാണ് നമ്മൾ കാണേണ്ടത്. ബിഗ് ബോസ് എന്നത് ഒരു റിയാലിറ്റി ഷോ ആണ്. അതിലെ PR സ്ട്രാറ്റജിയും ഡ്രാമയും ഇതെല്ലാം ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇതൊരു എന്റർടൈൻമെന്റിന്റെ ഭാഗമാണെന്ന് വേണം നമ്മൾ കരുതാൻ. അതായത് വ്യക്തികൾക്ക് ഒരു ലേബിൾ വെക്കേണ്ടതില്ല. ഇവിടെ അനുമോളുടെയും അനീഷിന്റെ ഫാൻ ബേസ് എന്ന് പറയുന്നത് ജെനുവനാണ്. PR സ്വാധീനം ഏതൊരു ഷോയിലും സ്വാഭാവികമാണ്. പക്ഷേ ഒടുവിൽ സപ്പോർട്ട് കിട്ടുന്നത് ഒരു വ്യക്തിയുടെ ക്യാരക്ടറിനും അതുപോലെ കണ്ടന്റിനും മാത്രമാണ്. ഇതിനിടയിലാണ് ആ ഒരു പ്രപ്പോസൽ കൂടി ഒരു ഭാഗം വന്നല്ലോ, പ്രപ്പോസലിന്റെ വീഡിയോ. ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ റെസ്പെക്ട് ചെയ്തേ പറ്റുള്ളൂ. ബിഗ് ബോസിലെ പ്രപ്പോസൽ വലിയ ചർച്ചയായെങ്കിലും അനീഷ് ഓപ്പൺ ആയിട്ട് തന്നെ പറഞ്ഞു അത് ഗെയിം സ്ട്രാറ്റജി ഒന്നും അല്ല എന്ന്. എന്നാൽ അനുമോളും അവിടെ ക്ലിയർ ആക്കി തന്നെ തന്റെ ബൗണ്ടറി എന്താണെന്ന് അവിടെ അറിയിക്കുകയും ചെയ്തു. എന്തായാലും ഒരാളുടെ നോ ബഹുമാനിക്കേണ്ടതും ഒരാളുടെ ഫീലിങ്സ് കുറച്ച് കാണിക്കേണ്ടതുമില്ല. നമുക്കറിയാം ഇത്രയും സീസൺ, ബിഗ് ബോസിന്റെ ഇത്രയും സീസണുകൾ കഴിഞ്ഞപ്പം ഇവിടെ ആളുകൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതായത് ഓരോ റിയാലിറ്റി ഷോയും കണ്ടസ്റ്റൻസും ഷോ കഴിഞ്ഞാൽ സ്വന്തം ജീവിതത്തിലേക്ക് മടങ്ങുന്നു. അനീഷ് ഇപ്പോഴും ഹംബിൾ ആണ്, അനുമോൾ തന്റെ സ്റ്റൈലും പാലിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടും പോസിറ്റീവ് വൈബാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എന്തായാലും അവർ രണ്ടുപേരും വളരട്ടെ, അവർക്ക് മുന്നോട്ട് പോകാനും അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. സോഷ്യൽ മീഡിയയിലെ ഡിസ്കഷൻ എന്ന് പറയുന്നത് നോർമലാണ്, പക്ഷെ അത് ഒരു ടോക്സിക് ലെവലിൽ ആകരുത് എന്നാണ്. പ്രേക്ഷകർ ഡിബേറ്റ് ചെയ്യുന്നതും സ്വാഭാവികമാണ്. ഡിവിഷൻ ഉണ്ടാകുന്ന കണ്ടന്റ്സ് ഒക്കെ അവോയ്ഡ് ചെയ്യണം. ഫാൻസിനും അതുപോലെ വ്യൂവേഴ്സിനൊക്കെ അവരുടേതായിട്ടുള്ള ഒപ്പീനിയൻ പറയാം, പക്ഷെ അത് ഹെൽത്തി ഡിസ്കഷൻ ആയിരിക്കണം എന്ന് മാത്രം. ഇവിടെ അനീഷിന്റെ ഹാർഡ് വർക്കും അനുമോളുടെ കൺസിസ്റ്റൻസിയും റിയാലിറ്റി ഷോകൾ മനുഷ്യരുടെ ജീവിതം എങ്ങനെ മാറ്റുന്നു, ഇത്തരം പോയിന്റുകളാണ് നമ്മൾ ഇവിടെ കൊണ്ടുവരേണ്ടത്. ബിഗ് ബോസ് ഗെയിമാണ്, ഗെയിം കഴിഞ്ഞാൽ ജീവിതമാണ് പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ അനീഷിനും അനുമോളിനും അവരുടെ ഡിസിഷൻസിനും അതുപോലെ ജേർണീസും അതിലേക്ക് നമ്മൾ ബഹുമാനിക്കണം. ഡിബേറ്റ്സ് നാച്ചുറൽ ആണ്, പക്ഷെ റെസ്പെക്ട് ആണ് എപ്പോഴും ഫസ്റ്റ് ആയിരിക്കേണ്ടത്. അവസാനം ഒരു കാര്യം മാത്രം പറയാം, ബിഗ് ബോസ് ഹൗസ് അടഞ്ഞു, പക്ഷെ കോൺവെർസേഷൻ ഇപ്പോഴും തുറന്നു തന്നെയുണ്ട്. അനീഷും അനുമോളും തമ്മിലുള്ള ഓരോ ഡിസിഷൻസും ഓരോ മൊമെന്റ്സും നമ്മളെ ഒരു കാര്യം പഠിപ്പിച്ചു. റിയൽ ലൈഫിൽ റെസ്പെക്റ്റും ക്ലാരിറ്റിയുമാണ് എല്ലാത്തിനും മേല്. അവിടെ PR ഉണ്ടോ, ജെനുവിനിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ പ്രപ്പോസൽ ശരിയോ തെറ്റോ, ഇവയൊക്കെ ഡിബേറ്റ് ചെയ്യാം. പക്ഷെ ഒടുവിൽ നമ്മൾ വിന്നേഴ്സ് ആക്കേണ്ടതും എന്റർടൈൻമെന്റിനെയും ഒരു മനുഷ്യത്തെയുമാണ്. ഇനി നിങ്ങളുടെ അവസരം. നിങ്ങൾക്ക് തോന്നുന്നത് ആരാണ് കൂടുതൽ യാഥാർത്ഥ്യവും മെച്യൂരിറ്റിയും കാണിച്ചത്? കമന്റ് ബോക്സ് തുറന്നിരിക്കുകയാണ്. ഞാൻ വായിക്കാം, റിപ്ലൈയും ചെയ്യാം. ഒരു കാര്യം മാത്രം ഓർക്കുക, ഡ്രാമ എന്ന് പറയുന്നത് ഷോയിലാണ്, പക്ഷേ ഡിഗ്നിറ്റി എന്ന് പറയുന്നത് നമ്മളുടേതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ സ്റ്റേ കൈൻഡ്, സ്റ്റേ ഷാർപ്പ്, സ്റ്റേ റിയൽ. ലവ് യു ഓൾ.